ഞാൻ പറയുന്നത് ഞാനത് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമായി വന്നത് നിങ്ങളുടെ ഖിദ്മത്ത് കണ്ട് എൻ്റെ കൽബ് കുളിരണിഞ്ഞതുകൊണ്ട് തന്നെയാണ്. അത്രത്തോളം എനിക്ക് കൽബിൽ കയറിയത് ഇവരുടെ സേവനം. ഞാനതൊക്കെ രാത്രിയിൽ പോയി ഇപ്പോൾ നാട്ടിൽ 3 മണിയാണ്. നിങ്ങൾ പലരും ഞാൻ ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി ഡ്യൂട്ടി, ഇന്ന് പകൽ വന്നിട്ട് സേവനം, ഇന്ന് പകൽ ഡ്യൂട്ടി, രാത്രി വന്നിട്ട് സേവനം. എപ്പോൾ ഉറങ്ങും? മറ്റുള്ളവനെ പരിശോധിക്കാൻ നിരവധി പരിശോധനാ ക്യാമ്പ് വെച്ചവരാണ്, അവനാനൊന്ന് പരിശോധിക്കാൻ നേരം കിട്ടാത്തവരാണ്. ഞാൻ പറയാറുണ്ട്, ആരാൻ്റെ വീടിൻ്റെ ചർച്ചയ്ക്കിരുന്നപ്പോൾ സ്വന്തം വീടിൻ്റെ ചോർച്ച മറന്നവരാണ്. ആരാൻ്റെ മക്കളെ കെട്ടിച്ചയക്കാൻ കാശ് അയച്ചു കൊടുത്തപ്പോൾ സ്വന്തം മക്കൾക്ക് വക്കാലത്ത് അയച്ചു കൊടുത്തവരാണ്. ഇങ്ങനൊരു ടീം വേറെ ഏതാ ഉള്ളത്? അപ്പം അതുകൊണ്ട് തന്നെ ഖാലിക്കായ റബ്ബേ, ഞാൻ മനമൊരുകി പറയാണ്, ഈ ഒരു ടീം സ്വർഗാവകാശികളായില്ലെങ്കിൽ അത് എങ്ങനെയാണ് റബ്ബ് എടുക്കുക? അല്ലാഹുമ്മ, നമ്മൾ പറയല്ലോ വലംനാംഫുസന, ഞാൻ എൻ്റെ ശരീരത്തോട് അക്രമം ചെയ്തു, വൈലം താഫർലനാവത്തറഹമ്മനെ പുറത്ത് തന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പോലെ ഇവർക്ക് റബ്ബെ സ്വർഗം കൊടുത്തില്ലെങ്കിൽ അത് വല്ലാത്തൊരു സങ്കടമായിരിക്കും എന്നുള്ള ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, മുസ്ലിം ലീഗിൻ്റെ ഒരു എളിയ ഖാദിം എന്ന നിലയിൽ ഞാൻ കിട്ടുന്ന മൈക്കിലും കിട്ടുന്ന പായലും ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അത് നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചല്ല. ഞാൻ KMCCയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ എല്ലാവരും പൊരി വെയിലത്ത് തണലിലേക്ക് മാറിയപ്പോൾ തണലായി മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമാണ്. പാപ്പാൻ്റെ ജനാസ കുളിപ്പിച്ചാൽ കൊറോണ കയറുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ മകൻ മാറി നിന്നോടത്ത് ഇമാം വെക്കണ KMCC, അച്ഛൻ്റെ ഡെഡ് ബോഡിക്ക് ചിതാഭസ്മത്തിന് തീ കൊളുത്താൻ മകൻ മടിച്ചപ്പോൾ തീ കൊളുത്തിയ KMCC, വൈറ്റ് കാർഡ്. ഇതൊക്കെ ഏത് പാർട്ടിക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുക? നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ.